പണ്ടത്തെ കാക്കമാർ പാടിക്കേട്ടുള്ള ഇക്കഥ നിങ്ങ മറന്നുപോയി. പോരീശയേറും പാമ്പൻ പള്ളി ചരിതവും നിങ്ങളറിയണം. പണ്ടത്തെ കാക്കമാർ പാടിക്കേട്ടുള്ള ഇക്കഥ നിങ്ങ മറന്നുപോയി. പോരീശയേറും പാമ്പൻ പള്ളി ചരിതവും നിങ്ങളറിയണം. പാവങ്ങളായി കഴിഞ്ഞൊരു കാലത്ത് പായ്ക്കപ്പലോടി നടന്ന സമാനത്ത് പരുക്കകളില്ലാതെ പോലൊരു നേരത്ത് പറങ്കിപ്പട വന്ന് ബേജാറിലാക്കേലി. അന്നും പണ്ടോ എടുത്തില്ലയോ നമ്മ പെണ്ണികളെ മാനവും പോക്കിയേ അപ്പം. ആയുധമില്ലടരാടാൻ ബതിലൊന്നും കണ്ടില്ല. പീരങ്കിപ്പടയാണ് മുന്നിൽ നിരന്നത്. പുരുഷന്മാരുള്ളായോ മുന്നിട്ട് നിന്നില്ലേ കുശിരോടെ. പണ്ടത്തെ കാക്കമാർ പാടിക്കേട്ടുള്ള ഇക്കഥ നിങ്ങ മറന്നുപോയി. പോരീശയേറും പാമ്പൻ പള്ളി ചരിതവും നിങ്ങളറിയണം. മുക്തിയാർ അബൂബക്കർ ഖാലിയും കൂട്ടരും പോർച്ചുഗൽ പടയെ വിരുന്നിനറിയിച്ചു. സംഗതി അറിയാതെ കൊള്ളക്കാരണയുന്നു. പാമ്പിൻ വിഷം ചേർത്ത പാനീയം നൽകുന്നു. തൊട്ടുകൊടുത്തപ്പോൾ തീണ്ടുന്നു. ഉടനടി ശത്തോടുങ്ങി അവർ വീഴുന്നു. ഖാലിച്ചുകുറുകളാൽ റബ്ബിനെ ഏറ്റം സ്തുതിക്കുന്നു. ഷറഫാറ്റൽ ഖാലി ജയത്താൽ മടങ്ങുന്നു. സന്തോഷത്താൽ അവരും തക്ബീർ മുഴക്കുന്നു. പെരിയോനിൽ പണ്ടത്തെ കാക്കമാർ പാടിക്കേട്ടുള്ള ഇക്കഥ നിങ്ങ മറന്നുപോയി. പോരീശയേറും പാമ്പൻ പള്ളി ചരിതവും നിങ്ങളറിയണം. പ്രതികാരം ചെയ്യാനായി കൊള്ളക്കാരണയുന്നു. പല വഴി നാട്ടുകാർ ഓടിയടുക്കുന്നു. പലക്കയും കല്ലും ഫെറുക്കിയെടുക്കുന്നു. ഖാലി അബൂബക്കർ മുന്നിലായി നിൽക്കുന്നു. പുണ്യമീതിപ്പിനെ കാക്കുവാൻ അങ്ങനെ അണിയായവർ കൈകൾ പോക്കുന്നേ. അന്ന് തകൃതിയിൽ വികൃതം അടവുമെടുക്കുന്നു. ഖാലി ഷഹീദായി ഫോർമണ്ണിൽ വീഴുന്നു. തക്കവനെ അവരെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ചേർക്കേണേ.